MashaAllah, the energy is just unbeatable. അടുത്തതായി സ്കൈ 2 കുട്ടികളുടെ മലയാളം ഗ്രൂപ്പ് സോങ്. സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന അടയാളങ്ങൾ ഏത് പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു തരും. അടുത്തതായി ഗ്രൂപ്പ് സോങ് മലയാളം പ്രവാചക സോങ്. ഓൺ സ്റ്റേജ് സഹറ മറിയം, നൂർ ബിൻ ഹഫീൽ, ഇൻഷ സാബിത്ത്, മുഹമ്മദ് അസാൻ. അസ്സലാമലൈക്കും. മനുഷ്യർ ഇരുളിൽ വലയുമ്പോൾ വെട്ടവുമായി നബിയെത്തി. റബ്ബിൻ കൽപ്പനയോരത്ത് നടന്നിടാനായി കൽപ്പിച്ചു. മനുഷ്യർ ഇരുളിൽ വലയുമ്പോൾ വെട്ടവുമായി നബിയെത്തി. റബ്ബിൻ കൽപ്പനയോരത്ത് നടന്നിടാനായി കൽപ്പിച്ചു. ആദം നബിയാണ് ആദ്യ നബി. ഇബ്ലീസും വഴിയെ വന്നു. നൂഹിൻ കൽപ്പന കേൾക്കാത്തവരെ പ്രളയം വന്നു നശിപ്പിച്ചു. മനുഷ്യർ ഇരുളിൽ വലയുമ്പോൾ വെട്ടവുമായി നബിയെത്തി. റബ്ബിൻ കൽപ്പനയോരത്ത് നടന്നിടാനായി കൽപ്പിച്ചു. ആദ്യ സമൂഹത്തിൽ ഹൂദ്, സമൂദ് ഗോത്രത്തിൽ സാലിഹ്, ഇബ്രാഹീമിൻ കാലത്ത് ലോത്ത് നബിയും ജീവിച്ചു. മനുഷ്യർ ഇരുളിൽ വലയുമ്പോൾ വെട്ടവുമായി നബിയെത്തി. റബ്ബിൻ കൽപ്പനയോരത്ത് നടന്നിടാനായി കൽപ്പിച്ചു. ഇസ്മാഈലും ഇസ്ഹാഖും ഇബ്രാഹീമിൻ സന്തതികൾ. യാക്കൂബിന്റെ പൊന്മകനായി സുന്ദര യൂസുഫ് നബിയെത്തി. അളവും തൂക്കവും നന്നാക്കാൻ ശുഹൈബ് നബിയുടെ കൽപ്പനയായി ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടാൽ അയ്യൂബ് നബിയെ ഓർത്തിടണം. മനുഷ്യർ ഇരുളിൽ വലയുമ്പോൾ വെട്ടവുമായി നബിയെത്തി. റബ്ബിൻ കൽപ്പനയോരത്ത് നടന്നിടാനായി കൽപ്പിച്ചു. ഫിർഔനിന്റെ ദിവ്യത്വം മൂസാ നബി ചോദ്യം ചെയ്തു. ഹാറൂൻ നബിയാം സഹോദരൻ മൂസാ നബിയുടെ സഹായി. ദുൽകിഫിലും ദാവൂദ് നബി, സുലൈമാൻ നബിയുടെ രാജത്വം. ഇല്യാസും അല്യസവും വന്ന് മാനവരെ വഴി കാണിച്ചു. തിമിംഗലവായിൽ പെട്ട നബി യൂനുസ് നബിയാണെന്നറിയോ. സക്കരിയ നബി തൻ പുത്രൻ യഹ്യ നബിയാണെന്നറിയോ.
അത്ഭുത ജനനത്താൽ വന്ന ഈസാ നബിയും പ്രവചിച്ചു. അന്ന് നബിയാണെത്തിയിടും മുഹമ്മദ് മുസ്തഫ മക്കത്ത്. മനുഷ്യർ ഇരുളിൽ വലയുമ്പോൾ വെട്ടവുമായി നബിയെത്തി. റബ്ബിൻ കൽപ്പനയോരത്ത് നടന്നീരാനായി കൽപ്പിച്ചു. താങ്ക് യു. മാഷാ അല്ലാ, മാഷാ അല്ലാ. 25 പ്രവാചകന്മാരിലൂടെയും നമ്മൾ മക്കൾ സഞ്ചരിച്ചിരിക്കുന്നു. ഇനി സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന അടയാളങ്ങൾ ഏതു പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മുടെ മക്കൾ പറഞ്ഞു തരുന്നു. മാഷാ അല്ലാ, നല്ലൊരു കയ്യടിയാവാം. നൂഹ് നബി, സുലൈമാൻ നബി, സുലൈമാൻ നബി, സുലൈമാൻ നബി ആണോ? ഒന്നുകൂടി നോക്കി. യൂനുസ് നബി, മാഷാ അല്ലാ. മൂസ നബി, ഇബ്രാഹിം നബി, യൂസുഫ് നബി. ഒന്നും കൂടി ആലോചിച്ചോക്കൂ. സാലിഹ് നബി. മാഷാ അല്ലാ. ഈ കയ്യടി മതിയോ? സുലൈമാൻ നബി. മാഷാ അല്ലാ. മുഹമ്മദ് നബി, യൂസുഫ് നബി, ഇസ്മായിൽ നബി. മാഷാ അല്ലാ, മാഷാ അല്ലാ. That is really inspiring. നല്ലൊരു കയ്യടി കൊടുക്കാം. ഈ പ്രായത്തിൽ ഇത് ചെറിയൊരു കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കയ്യടിയോടെ സഹറ മറിയം, നൂഹ് ഇബ്നു ഹഫീൽ, ഇൻഷാ സാബിത് and മുഹമ്മദ് അസാൻ. Next we have a thought-provoking story by Mariam KP, Sky 3. Stories about Prophet are always inspiring and thought-provoking. So put your hands together for Mariam KP, Sky 3. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറെ പ്രവാചകങ്ങളുടെ കഥ കേട്ടിരുന്നു. ക്ഷമയുടെയും സഹനത്തിന്റെയും മഹത്തായ മാതൃകമായ അയ്യൂബ് നബിനെ കുറിച്ച് കേട്ടാലോ? ധാരാളം സമ്പത്തും നല്ല ആരോഗ്യം നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരുന്നു. അതിൽ അദ്ദേഹം ഒട്ടും അഹങ്കരിച്ചില്ല. അള്ളാഹുവെ തനിക്ക് നൽകിയ അനുഗ്രഹത്തിൽ നന്ദി കാണിച്ച് സദാ ദൈവമാർഗത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെയൊക്കെ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങളും നൽകാലികളൊക്കെ നശിച്ചു പോയി. അപ്പോഴൊന്നും അദ്ദേഹം പതറിയില്ല. എനക്കെല്ലാം തന്നത് അള്ളാഹുവാണ്, ആ അള്ളാഹു തന്നെ എല്ലാം തിരിച്ചെടുത്തു എന്ന് അയ്യൂബ് നബി പറഞ്ഞു. പിന്നീട് അതാ അടുത്ത പരീക്ഷണം. ഒരു ദിവസം ഒരു ദുരന്തത്തിൽ അദ്ദേഹത്തിന്റെ മക്കൾ നഷ്ടപ്പെട്ടു. അപ്പോഴൊന്നും അദ്ദേഹം അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയില്ല. തന്റെ മക്കളെയും അള്ളാഹു തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. അള്ളാഹു തുടരെ പരീക്ഷിച്ചു. ഈ തവണ രോഗം കൊണ്ടാണ് പരീക്ഷിച്ചത്. ശരീരം മുഴുവൻ വ്രണം വന്ന് പഴുത്ത് രക്തവും ചലവും ഒലിക്കുന്ന രൂപത്തിലായി. ആ ദുർഗന്ധം കാരണം ആരും അദ്ദേഹത്തിന്റെ അടുക്കൽ വരാതെയായി. അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രം അദ്ദേഹത്തിനെ പരിചരിച്ചുകൊണ്ടേയിരുന്നു. എനക്ക് മാത്രമെന്തായി രോഗം, എന്നെ മാത്രമെന്തായി പരീക്ഷിക്കുന്നത്? അങ്ങനെ അദ്ദേഹം പറയുകയോ ചിന്തിക്കുകയോ ചെയ്തില്ല. മറിച്ചങ്ങേറ്റത്തെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, എന്റെ റബ്ബേ, ഞാൻ അങ്ങേറ്റത്തെ പ്രയാസത്തിലാണ്. നീ കാരുണ്യവാനിൽ അങ്ങേറ്റത്തെ കാരുണ്യവാനാണല്ലോ നീ.
അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അള്ളാഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ എന്റെ കാല് കൊണ്ട് ഭൂമി അടിക്ക്. അപ്പോൾ അവിടെ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. അതിൽ കുളിക്കാനും കുടിക്കാനും പറഞ്ഞു. അദ്ദേഹം കുളിക്കുകയും കുടിക്കുകയും ചെയ്തു. പൂർണ്ണമായി രോഗശാന്തി നേടി. അങ്ങേയറ്റത്തെ ശമിച്ചതിന്റെ പേരും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകി. കൂട്ടുകാരെ, ഈ അയ്യൂബ് നബിന്റെ ചരിത്രത്തിൽ നിന്നും നിയമം എന്താണ് പഠിച്ചത്? ക്ഷമ ഏറ്റവും വലിയ ഇബാദത്താണ്. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. രോഗവും സാമ്പത്തുകള നഷ്ടവും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. ക്ഷമയുള്ളവരെ കൂടെ അള്ളാഹു. അതുകൊണ്ട് നമ്മളും ക്ഷമയുള്ളവരാവാം. അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടട്ടെ. താങ്ക് യു. Mashallah, mashallah. Thank you, little Mariam, for your beautiful story. അടുത്തതായി ഗ്രൂപ്പ് സോങ് ഇംഗ്ലീഷ് സ്കൈ 1. On stage, Riza Riyaz, Alia Fatima, Haira Mehak, Aisha Mehroof.